നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം ലോകം കാത്തിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. അതായത് ഫുട്ബോൾ വേൾഡ് കപ്പ് ആര് നേടും എന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഫ്രാൻസ് ആണോ അല്ലെങ്കിൽ അർജന്റീനയാണോ അതല്ല ഇനി വേറെ ആരെങ്കിലും ആണോ ഇത് നേടുന്നത്. അപ്പൊ എന്റെ അനുമാനം അനുസരിച്ചുള്ള എന്റെ നിഗമനം അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത്. ഇവരുടെ മെയിൻ കളിക്കാർ, അതായത് അർജന്റീനയുടെ മെസ്സിയുടെയും അതേപോലെ തന്നെ ഫ്രാൻസിന്റെ എംബാബയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അവരുടെ ജന്മസമയം വെച്ച് ജാതക പരിശോധനയും അതുപോലെ തന്നെ ഗോചര പരിശോധനയും ഒക്കെ നടത്തിയതിന്റെ വെളിച്ചത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇതിന് വേൾഡ് കപ്പ് കയ്യിലൊതുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇവർക്ക് രണ്ടുപേർക്കും. അതായത് ഫ്രാൻസിന്റെ എംബാപ്പയ്ക്കും അതോടൊപ്പം തന്നെ അർജന്റീനയുടെ മെസ്സിക്കും ഈ വേൾഡ് കപ്പ് നേടാനായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് അവരുടെ കയ്യിലുള്ളത്, അവരുടെ ജാതകപരമായിട്ട് നോക്കുമ്പോൾ. അപ്പൊ ഞാനത് ചുരുക്കി പറയാം. അതായത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുടെ ജന്മകാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ജാതകപരമായി അദ്ദേഹം ജനിച്ചത് ഫ്രാൻസിൽ 20/12/1998 വെളുപ്പിന് 1:47 AM അതായത് വെളുപ്പിനാണ് ഇദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. സോറി, പൂരുരുട്ടാതി അല്ലട്ട, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരുരുട്ടാതി അല്ല, പൂരാടം നക്ഷത്രമാണ്. ഈ ഇദ്ദേഹത്തിന്റെ ഈ അതായത് എംബാബയുടെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയാൽ അപ്പൊ ആ പൂരാടം നക്ഷത്രം 1-ാം പാദത്തിൽ ആണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. പൂരാടം നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ. അദ്ദേഹത്തിന്റെ ജന്മരാശി ധനുരാശിയാണ്. ഈ പൂരാടം നക്ഷത്രത്തിന്റെ രാശി ധനുരാശിയാണ്. ഗോചരപരമായി ചിന്തിച്ചാൽ വേഴം അഷ്ടമത്തിലാണെങ്കിലും വേഴം നിൽക്കുന്നത് തന്റെ ഉച്ചരാശിയിലാണ്. വേഴം ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വേഴത്തിന് ഈ ഇദ്ദേഹത്തിന്റെ അഷ്ടമദോഷം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുകൂടാതെ ശനി 4-ൽ മീനത്തിലാണെങ്കിലും ഈ സമയം വേഴത്തിന്റെ 9-ാം ദൃഷ്ടി ശനിക്കുള്ളതിനാൽ ശനിയുടെ ദോഷം കുറയുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് ഈ ഫ്രാൻസിന്റെ എംബാബയുടെ ജാതക പ്രകാരം ഗോചരപരമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗോചരപരമായിട്ടുള്ള കാര്യം. ഇനി ജാതകപരമായിട്ട് ചിന്തിച്ചാൽ ഇദ്ദേഹത്തിന് ചന്ദ്രദശയിൽ ബുധന്റെ അപഹാരമാണ് നടക്കുന്നത്. ചന്ദ്രദശയിൽ ബുധന്റെ അപഹാരം ജാതകപരമായി ചിന്തിക്കുമ്പോൾ അത് വളരെ നല്ലതാണ്. ഇദ്ദേഹം ദശാനാഥൻ ചന്ദ്രനും അപഹാരനാഥൻ ബുധനുമാണ്. ബുധൻ പ്രവൃത്തിയുടെ കാരകത്വമുള്ളതാണ്. മനസ്സിലായോ? ബുധൻ ബുദ്ധിയുടെയും പ്രവൃത്തിയുടെയും ഒക്കെ കാരകത്വമുള്ള, അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെ ഒക്കെ ഉള്ള ഗ്രഹമാണ് ബുധൻ. അപ്പൊ ചന്ദ്രദശയിൽ ചന്ദ്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ദശയിൽ ബുധൻ എന്ന ശുഭഗ്രഹത്തിന്റെ അപഹാരം ആണ് ഇപ്പോ എംബാബക്ക് ഉള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നക്ഷത്രം പൂരാടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആത്മവിശ്വാസവും ധീരതയും കാണിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ പൂരാടം നക്ഷത്രം. ഒന്നിലും പതറാത്ത നെഞ്ചൂറ്റവും കഠിനാധ്വാനമുള്ള ഒരു മനസ്സും ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ ഇദ്ദേഹത്തിന് കഴിയും. സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിയ ആളാണ് ഈ എംബാബെ. അപ്പൊ ഈ പൂരാട നക്ഷത്രക്കാരനായ എംബാബെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ ലീഡറാണ് ഇദ്ദേഹം.
സ്വന്തം കഴിവിൽ വിശ്വസിച്ച് പ്രതിബന്ധങ്ങളെ പോലും തോൽപ്പിച്ച് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയ്ക്ക് കഴിയും. അതുവഴി ലോകകപ്പ് കയ്യിലൊതുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞെന്നും വരും. എന്നാൽ അർജന്റീനയുടെ മെസ്സിയെയും നമ്മൾ ഒന്ന് കാണണം. അർജന്റീനയുടെ മെസ്സി. അപ്പൊ ഈ വേൾഡ് കപ്പ് മെസ്സിയിലേക്ക് വരാനും സാധ്യത കാണുന്നുണ്ട്. കാരണം അർജന്റീനയുടെ മെസ്സിയുടെ ജാതക പരിശോധന നോക്കുമ്പോൾ ഈ എംബാപ്പയുടെ തുല്യമായ ഒരു നല്ല സമയം തന്നെയാണ് ഈ മെസ്സിക്കുമുള്ളത്. ജാതകപരമായും ഗോചരപരമായും ചിന്തിച്ചാൽ ഇദ്ദേഹത്തിന് വളരെ നല്ല സമയമാണ്. ഇദ്ദേഹം ജനിച്ചത് 24/6/1987 5:50 AM ഇദ്ദേഹത്തിന്റെ ജനനം എന്നാണ് അറിയുന്നത്. ഇദ്ദേഹത്തിന്റെ ജനന തീയതി വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. വേഴദശയിൽ ശുക്രന്റെ അപഹാരം നടക്കുന്ന സമയമാണ് ഇദ്ദേഹത്തിന്. ജാതകപ്രകാരം ഇദ്ദേഹത്തിന് വേഴദശയിൽ ശുക്രന്റെ അപഹാരം. വേഴദശ എന്ന് പറഞ്ഞാൽ വേഴം എന്ന് പറഞ്ഞാൽ ശുഭകാരകനാണ്, സർവേശ്വരകാരകനാണ്. പ്രത്യേകിച്ച് ശുക്രന്റെ അപഹാരം. ശുക്രൻ എല്ലാ വിധത്തിലും ഉയർച്ച നേടിക്കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പൊ വേഴദശയിൽ ശുക്രന്റെ അപഹാരം മെസ്സിയെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. ഇടവക്കൂറിൽ ജനിച്ച ഇദ്ദേഹത്തിന് വേഴം 3-ലും ശനി 11-ൽ നിൽക്കുന്ന ഒരു ഗോചര സമയമാണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ ഇടവക്കൂറിൽ ജനിച്ച ഇദ്ദേഹത്തിന് വേഴം 3-ലും ശനി 11-ൽ നിൽക്കുന്ന സമയം. ഈ 11 എന്നുള്ളത് ഉപജയഭാവമാണ്. ഉപജയഭാവത്ത് ഇദ്ദേഹത്തിന് 11-ൽ ഉപജയഭാവത്താണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ജയത്തെ സൂചിപ്പിക്കാൻ ശനിക്ക് കഴിയും. ഇദ്ദേഹത്തിന് ജയം നേടിക്കൊടുക്കാൻ ശനിക്ക് കഴിയും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അതുകൂടാതെ ഈ ശനിയെ ഇപ്പൊ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വേഴം, സർവേശ്വര ഗ്രഹമായ വേഴം കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിൽ നിന്നുകൊണ്ട് 11-ൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും വിധത്തിൽ ശനിക്ക് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വേഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് അത് ഇല്ലാണ്ടും വരും, അത് ഇല്ലായ്മയിലോട്ടും പോകും. അപ്പൊ ശനിയുടെ ദോഷം ഇല്ല. ശനി നല്ല സ്ഥാനത്ത് തന്നെയാണ് മെസ്സിക്ക് നിൽക്കുന്നത്. അപ്പൊ വേഴവും അതുപോലെയൊക്കെ തന്നെ 3-ലെ വേഴം ഗുണം ചെയ്യും, കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ മെസ്സിക്കും വേൾഡ് കപ്പില് ഒന്ന് പിടിക്കാനായിട്ട് അവസരം വന്നു ചേരുന്നതാണ്. വിജയത്തിലേക്ക് എത്താൻ ഇദ്ദേഹത്തിന് കഴിയും. 2028 ജൂലൈ വരെ ശുക്രാപഹാരമാണ് മെസ്സിക്ക്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രം, അതായത് മെസ്സിയുടെ നക്ഷത്രം. സംസാരത്തിൽ എപ്പോഴും മാന്യതയും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ആകർഷകമായ വ്യക്തിത്വവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്നവരും കായിക രംഗത്ത് പ്രവർത്തനങ്ങളിൽ ഉന്നതിയിൽ എത്തുന്നവരുമായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ. അതായത് ഈ മെസ്സിയുടെ നക്ഷത്രം അതാണ്. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജാതക സമയവും ഗോചര സമയവും ഇദ്ദേഹത്തിന് അനുകൂലമായ ഒരു സമയമാണ്. അപ്പൊ ലോകകപ്പ് മെസ്സിയുടെ കയ്യിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ ഈ രണ്ടുപേരുടെയും ജാതക പരിശോധന നടത്തിയതിൽ കുറച്ചും കൂടി കൂടുതൽ നല്ല ഒരു ജാതക സമയവും ഗോചര സമയവും ഫ്രാൻസിന്റെ എംബാപ്പക്കാണെന്നാണ് എന്റെ നിഗമനം. അതുകൊണ്ട് ഇവർ രണ്ടുപേരും തുല്യരായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ പോലും ഫ്രാൻസിന്റെ എംബാപ്പക്കാണ് ഇവിടെ വേൾഡ് കപ്പിൽ കൈവക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് വേണം പറയാൻ. രണ്ടുപേർക്കും ഇതുണ്ടെങ്കിലും എംബാപ്പക്കാണ് കൂടുതൽ ഇതിന് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരമുള്ള ഒരു ജാതക പരിശോധന നടത്തിയതിന്റെ വിവരമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടത്.
നിങ്ങൾക്ക് ഇതിൻ്റെതായ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.